വെൽ സ്റ്റുഡൻസ്, എന്റെ പേര് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. രവിവർമ്മ. ലീവ് എടുത്തുപോയി അധ്യാപിക പഠിപ്പിച്ചു നിർത്തിയത് CN ശ്രീകണ്ഠൻ നായരുടെ രംഗാലക്ഷ്മിയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ്. അത് തീർന്നിട്ട് ഇൻട്രൊഡക്ഷന്റെ ബാക്കി പറയാമെന്ന് കരുതി. എന്താണോ കാര്യം? എനിക്കറിയില്ല സർ. എനിക്കറിയാം. ഇന്നലത്തെ എന്റെ കണക്ക് തീർത്താവും. വാ, നടക്ക്. ഇനി തനിക്കൊരു നല്ല കാര്യം ചെയ്യാം. നേരെ ചെന്ന് അവനോട് പറയും. ഉടനെ കത്തിയും കഠാരിയുമായി അവൻ അങ്ങോട്ട് ചെല്ലും. പിറ്റേന്ന് അതിന്റെ ഇരട്ടി അവരിങ്ങോട്ടും. അക്രമം ഇവിടെ തുടർച്ചയായി തീരും. ഇല്ല സർ, എനിക്കറിയാം. നിനക്ക് 2 ദിവസം ഈ കോളേജ് വരണ്ട. ഉണ്ണിയേട്ടന് എന്താ പറ്റിയേ? 2 ദിവസമായിട്ട് കണ്ടേയില്ല. ഇതേ നെച്ചി മുറിഞ്ഞിരിക്കണു. ഓ, സൈക്കിളിൽ നിന്ന് വീണു. കൈ വിട്ട് ബാലൻസ് കാണിച്ചു കാണും. പണ്ടേ ഉണ്ടല്ലോ വീരസം കാണിക്കാനുള്ള വിക്രാസ്. നീ എന്താ കരുതണേ? ഞാനിപ്പോഴും വള്ളിനിക്കർ വിട്ട് നിന്റെ ചേട്ടന്റെ സൈക്കിൾ വാങ്ങി അഭ്യാസം കാണിച്ചു നടക്കണം ചെറുക്കനാന്നാ? ഓ, വളർന്ന് പോത്തുപോലെ ആയെന്ന് വെച്ചാലും എനിക്കിപ്പോഴും പഴയ ഉണ്ണിയേട്ടൻ തന്നെയാ. അങ്ങനെയല്ല, ഈ കൊല്ലോടെ കഴിഞ്ഞാൽ എനിക്കൊരു ഡിഗ്രി സ്വന്തമാവും. IAS വരെ എഴുതാൻ അത് മതി. ഒന്നുമില്ലെങ്കിലും ഒരു ജോലി ഞാൻ ഒപ്പിച്ചെടുക്കും. എന്നിട്ട് വേണം നിന്റെ അച്ഛന്റെ മുന്നിൽ നിവർന്നു നിന്ന് ചോദിക്കാൻ. എന്ത് ചോദിക്കാൻ? എന്റെ മുറപ്പെണ്ണ് എനിക്ക് കെട്ടിച്ചേരുവെന്ന്. അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ? ഇല്ലെങ്കിലെന്താ? പഠിപ്പുരയുടെ മുന്നിൽ വന്ന് 3 പ്രാവശ്യം വിളിക്കും. നീ ഇറങ്ങി വരും. അതന്നെ. അത്രേ ഉള്ളൂ. അല്ല, എന്തായി? പ്രശ്നങ്ങളൊക്കെ തീർന്നോ? എന്ത് പ്രശ്നം? കേട്ടു ഉണ്ണി, എന്ത് പ്രശ്നമെന്ന്. ഉണ്ണി ഇല്ലെങ്കിൽ കാണായിരുന്നൊന്ന്. എന്ത് കാണാൻ? ജനിച്ച എന്നായാലും ഒരു ദിവസം മരിക്കണം. അത് വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയാണെങ്കിൽ അത്രയും സന്തോഷം. അങ്ങനെ കുരുതിക്ക് കുഞ്ഞിട്ട് നടക്കുന്നവരാരെ സ്നേഹിക്കാൻ പോകരുത്, ആശിപ്പിക്കരുത്. ഈ കാര്യത്തിൽ മേഴ്സി പറഞ്ഞതിനോട് ഞാൻ യോജിക്കും. ഒരു പെൺകുട്ടിയെ പ്രേമിക്കുക, ആരെതിർത്താലും ഒരുമിച്ച് ജീവിക്കുമെന്ന് വാക്കു കൊടുക്കുക, എന്നിട്ട് ആയുസ് കൊണ്ടുപോയി കത്തിമുനയിൽ പണയം വെക്കുക, രണ്ടും കൂടി നടക്കില്ല. പറഞ്ഞു കൊടുക്ക്. ഞാൻ പറയുമ്പോ എനിക്ക് ബുദ്ധിയില്ലെന്ന് പറയും. ഉണ്ണിയാവുമ്പോ ആ കുറവ് പറയില്ലല്ലോ. ആ, ഇനി ഞാനൊന്ന് ഒഴിവായി തരുന്നതാണല്ലോ എന്റെ ഭംഗി. വർമ്മ മാഷി ഒന്ന് കാണണം. യൂത്ത് ഹോസ്റ്റലിൽ നാടകം എഴുതിക്കൊണ്ടിരിക്കുക. ഇനി ദിവസം അധികമില്ല. ഉപദേശത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ക്ഷാമമില്ല. നിന്റെ അതുപോട്ടെ, സഹിക്കാം. അച്ഛന്റെ വകയാണ് കേൾക്കേണ്ടത്, നാട്ടുകാരുടെ വേറെ. ഒരു ഉടപ്പറന്നോളുള്ളത് പിന്നെ വലിയ കുഴപ്പമില്ല. നേരിട്ടില്ല, ത്രൂ പ്രോപ്പർ ചാനൽ, ഉണ്ണി വഴിയാ. അതെന്താ അങ്ങനെ? അങ്ങനെയാണ് അതിന്റെ ഒരു ലൈൻ. കണ്ണടച്ച് പാല് കുടിക്കുന്നത് കൊണ്ട് ഞങ്ങളാരും അറിയുന്നില്ലെന്നാണ് രണ്ടുപേരുടെയും വിചാരം. പക്ഷെ എനിക്ക് സന്തോഷമുള്ളൂ മേഴ്സി. പാരമ്പര്യവും പ്രതാപവും പറഞ്ഞു നടക്കുന്ന എന്റെ അച്ഛൻ തപസ്സിരുന്നാ പോലും ഉണ്ണിയെ പോലെ ഒരുത്തിന് എന്റെ പെങ്ങൾക്ക് കിട്ടില്ല. അല്പ എക്സ്പെരിമെന്റിലാണ്.
ഡയലോഗ് ബൈഹാർട്ട് ചെയ്യണം. പ്രോംപ്റ്റ് ചെയ്താൽ ശരിയാകില്ല. അത് ഞാൻ ഏറ്റു. മാഷുണ്ടാവല്ലോ കൂടെ. ആ പിന്നെ ഞാനെന്ന് പറഞ്ഞില്ലേ ഒരു IAS കോച്ചിങ് ക്ലാസിന്റെ കാര്യം. നമ്മുടെ കോളേജിൽ അതിന് സാധ്യതയില്ല. പക്ഷെ കോച്ചിങ് ക്ലാസ് ഇല്ലാതെയും ധാരാളം പേർ IAS പാസ്സാകുന്നുണ്ടേ. ഈ സമ്പന്നന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊന്നുമില്ല IAS. ബുദ്ധിയും പരിശ്രമവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ തനിക്ക് നിസ്സാരമാണ്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മാഷെ, എന്റെ സാഹചര്യം മാഷ് അറിഞ്ഞൂടാ. ഞാൻ അറിഞ്ഞിടത്തോളം ദാരിദ്ര്യം താൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഓ വിശപ്പല്ല മാഷെ പ്രശ്നം. കോളേജില് വാസുവിനല്ലാണ്ട് മറ്റാർക്കും എന്നെ അറിഞ്ഞൂടാ. മാഷ്കറിയോ, ഞാൻ അവന്റെ അച്ഛന്റെ പെങ്ങളുടെ മകനാ. ആ തറവാട്ടിലെ കാര്യസ്ഥന്റെ മകനായിരുന്നു എന്റെ അച്ഛൻ. വീട്ടുകാരൻ നിശ്ചയിച്ച കല്യാണത്തിന്റെ തലേന്ന് രാത്രി അച്ഛൻ അമ്മയെ വിളിച്ചിറക്കി കൊണ്ടുവന്നപ്പോൾ അടഞ്ഞതാണ് ആ പടി. കൊപ്ര കച്ചവടത്തിന്റെ നേരും നിറയും മാത്രമേ അച്ഛൻ അറിയാമായിരുന്നുള്ളൂ. പൊളിഞ്ഞു. കടം കയറി മുങ്ങിയപ്പോൾ ഒരു എളുപ്പ വഴി നോക്കി. ഒരു തുണ്ട് കയറ്. മഹസർ എഴുതാമെന്ന പോലീസുകാരൻ ചെറുപ്പം വിടാത്ത എന്റെ അമ്മയുടെ സംരക്ഷകനായി. പിന്നെ സംബന്ധക്കാരൻ. നാട്ടിൽ വേറൊരു ഭാര്യയും മക്കളുമുള്ള ഒരു വൃത്തികെട്ട മനുഷ്യൻ. 3 വയസ്സ് മുതൽ ആ വൃത്തികെട്ട മനുഷ്യന്റെ ചോറ് കഴിച്ചാണ് ഞാൻ വളർന്നത്. സ്കൂൾ വിട്ടു വരുമ്പോൾ എന്റെ വീട്ടുതന്നെയിൽ ഒരു പീറ പോലീസുകാരന്റെ തൊപ്പി കണ്ടാൽ ഞാൻ തിരിഞ്ഞു നടക്കണം. അയാൾ പോയിട്ട് അകത്തേക്ക് കടക്കാൻ പറ്റും. വളർന്നത് ശരീരം മാത്രമായിട്ടല്ല മാഷെ, നാണം കെട്ട മനസ്സുമായിട്ട്. ഉണ്ണികൃഷ്ണ, സാഹചര്യങ്ങൾക്ക് കീഴ്പ്പെടുന്നവനല്ല, സാഹചര്യങ്ങളെ കീഴ്പ്പെടുത്തുന്നവനാണ് പുരുഷൻ. തന്റെ മുഖത്ത് ഞാൻ കാണുന്നത് ഒരു ആൺകുട്ടിയെ തന്നെയാ. നീ നാളെ സ്പെഷ്യൽ ക്ലാസ്സിന് വരണ്ട. എന്താ കാര്യം? നിന്നെ കിട്ടുന്നിടത്ത് വെച്ച് കണക്കേർക്കാൻ കാത്തിരിക്കാണ് അവര്. അതിന് ഇത്തവണയൊന്ന് പിടിച്ചു മാറ്റാൻ എന്നെ കൊണ്ടാവില്ല. അതന്നെ അവന്റെ ഒരു ചോദ്യം. നിന്നോട് ആര് പറഞ്ഞു? പറഞ്ഞതാരും ആകട്ടെ. പറഞ്ഞതാരാന്ന് പറ, എനിക്കറിയണം. മേഴ്സി പറഞ്ഞു. മേഴ്സിയോ? നിന്റെ കാര്യത്തിൽ നിന്നേക്കാൾ ഉത്കണ്ഠ അവൾക്കുള്ളതുകൊണ്ട് അന്വേഷിച്ചറിഞ്ഞു. നീ അനുസരിക്ക. വാ. ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് എത്താൻ വരുന്നില്ലേ? ഇല്ല, എനിക്ക് ലൈബ്രറി കുറച്ച് പണിയുണ്ട്. മനസ്സിലായി മേഴ്സി, മനസ്സിലായി. സ്പെഷ്യൽ ക്ലാസ് ഉള്ള ദിവസം സൗകര്യമാണല്ലോ. വരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. തനിക്കൊക്കെ ഈ ഒരു വിചാരമേ ഉള്ളൂ. ടെമ്പററി അപ്പോയിന്റ്മെന്റുകാർ സ്പെഷ്യൽ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ എനിക്കിഷ്ടം സ്പെഷ്യൽ ക്ലാസ്സാ. അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് പഠിക്കണം എന്നുള്ളൊരു മാത്രമല്ല വരികയുള്ളൂ. എന്നാലും നമ്മുടെ നാടകം അവതരിപ്പിക്കാൻ പറ്റില്ല മാഷെ. മേക്കപ്പ് ഇട്ട് സ്റ്റേജിൽ കയറിയ ശേഷമാണ് അലമ്പുണ്ടായതെങ്കിലോ അത് വേണ്ടി വന്നില്ല. ഭാഗ്യം. ഓട്ടടോ, കുറെ കൂടി നല്ലൊരു സ്റ്റേജ് ഞങ്ങൾ സംഘടിപ്പിക്കാം. ശരി.
അല്ലാതെ പാവ പെണ്ണിന്റെ അടുത്തോ നിന്റെയൊക്കെ പട്ടികളെ. മാറാ